Hi, good morning friends. Santosh, ELV consultant. Today I am going to discuss about telematics. Okay, telematics എന്ന് വെച്ചാൽ എന്താണെന്നുള്ളതാണ് സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം. Telematics എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമുക്കെല്ലാവർക്കും വണ്ടി ഉണ്ടല്ലേ. അപ്പോൾ ഈ വണ്ടികൾ, കാറ് അല്ലെങ്കിൽ നമുക്ക് ബെൻസ് ഇങ്ങനെയുള്ള വില കൂടിയ വണ്ടികളുണ്ട്, കുറഞ്ഞ വണ്ടികളുണ്ട്. ഇപ്പോൾ മാക്സിമം ഈ ടെലിമാറ്റിക്സ് യൂസ് ചെയ്യുന്നത് എല്ലാ വണ്ടികൾക്കും യൂസ് ചെയ്യാം. പക്ഷെ കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടുള്ള വണ്ടികൾക്ക്, അതായത് ബെൻസ് ഇങ്ങനെയൊക്കെ ഉള്ള പ്രീമിയം ആയിട്ടുള്ള വണ്ടികൾ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനും അതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി അതിപ്പോൾ നമ്മൾ ഡ്രൈവർ എടുത്ത് കൊടുത്തു വിടും. അപ്പോൾ ഡ്രൈവർ അതിനെ മിസ്യൂസ് ചെയ്യുന്നതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനൊക്കെ നമുക്ക് ഈ ടെലിമാറ്റിക്സ് എന്ന ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും, അത് കണ്ടുപിടിക്കാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ വാൺ ചെയ്യാൻ പറ്റും. സോ അതിലൊരു രണ്ട് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സിനെ കുറിച്ച് ഞാനിപ്പോൾ പറയാം. നമ്മളിപ്പോൾ നോർമലി ടെലിമാറ്റിക്സ് വരുന്നത് ട്രാക്കർ, ഡാഷ് ക്യാം എന്നൊക്കെ പറഞ്ഞാൽ കുറേ സെൻസേഴ്സ്, ടെമ്പറേച്ചർ സെൻസർ, അങ്ങനെ കുറേ സെൻസേഴ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെയാണ് അതിൻ്റെ പ്രൊഡക്ട്സിനെ കുറിച്ചൊക്കെ ഞാൻ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ടെലിമാറ്റിക്സിലുള്ള രണ്ട് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സിനെ കുറിച്ചായിരിക്കും ഇപ്പോൾ പറയാൻ പോകുന്നത്. ഒന്ന്, നമ്മൾ ടെലിമാറ്റിക്സിൽ വരുന്ന സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മളെ വണ്ടി ഉണ്ടാവും. ഓക്കെ, ഇത് നമ്മുടെ വണ്ടി. അതിനകത്ത് നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ്, അതിനെയാണ് ട്രാക്കറെന്നോ അല്ലെങ്കിൽ ഡാഷ് ക്യാം എന്നോ എന്ത് വേണമെങ്കിൽ പറയാം, അങ്ങനൊരു പ്രോഡക്റ്റ് ഉണ്ടാവും. പിന്നെ ഇതിനെല്ലാം നമ്മൾ മോണിറ്റർ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാവും. ഈ സോഫ്റ്റ്വെയർ ക്ലൗഡ് ബേസ്ഡ് ആയിരിക്കും. നമ്മൾ അതിൻ്റെ ഒരു മൊബൈൽ ആപ്പ് ഉണ്ടാവും, നമ്മുടെ മൊബൈലിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. സോ ഈ വണ്ടി, ട്രാക്കർ, സോഫ്റ്റ്വെയർ, ഇത് മൂന്ന് ഐറ്റവും കമ്പൈൻ ചെയ്ത് വരുന്ന സൊല്യൂഷൻ്റെ പേരാണ് ടെലിമാറ്റിക്സ്. ഓക്കെ, ഇപ്പോൾ ടെലിമാറ്റിക്സ് എന്ന് വെച്ചാൽ എന്താ മനസ്സിലായി. ഇപ്പോൾ അതിനകത്തുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറിനെ കുറിച്ച് പറയാം. നമ്മളെല്ലാവരും ഇവിടെ GCC കൺട്രീസിലുള്ള ആൾക്കാർ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടെമ്പറേച്ചർ ഓവർ ഹീറ്റ് ആവുന്ന സമയം, ജൂൺ, ജൂലൈ, ആഗസ്റ്റ് ഈ മാസങ്ങളിൽ നമ്മൾ വണ്ടി ഇതേപോലെ റോഡ് സൈഡിൽ അല്ലെങ്കിൽ നമ്മൾ പാർക്കിംഗ് ലൊക്കേഷനിലായിരിക്കും, വണ്ടി പഴുത്ത് കിടക്കുകയായിരിക്കും, നല്ല ചൂടെടുത്ത് കിടക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ ഓഫീസിൽ നിന്ന് നമുക്ക് വന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അതൊന്ന് തണുക്കാൻ വേണ്ടി മിനിമം ഒരു 5 to 10 മിനിറ്റ് എടുക്കും. സോ നമുക്ക് ഈ പ്രോഡക്റ്റ്, ഈ ടെലിമാറ്റിക്സ് ട്രാക്കർ സൊല്യൂഷൻ ഉള്ളപ്പോൾ നമ്മുടെ മൊബൈൽ ആപ്പ് വഴി തന്നെ നമ്മളെ വണ്ടിയെ ഓൺ ചെയ്ത് വെക്കാൻ പറ്റും. വണ്ടിയുടെ അടുത്ത് കൊണ്ട നമ്മൾ ഓഫീസിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മളൊരു കമൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഓണായി, AC ഓണായി. AC ആയ ടെമ്പറേച്ചർ ആണോ അത് സെറ്റ് ചെയ്ത് നമ്മൾ വരുന്ന 5 മിനിറ്റ് സമയം കൊണ്ട് വണ്ടി തണുത്ത് കിടക്കും. സോ ആ ഒരു ഫീച്ചർ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനാണ് ടെമ്പറേച്ചർ കൺട്രോൾ, അത് നമ്മുടെ AC ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ. അതൊരു സിമ്പിൾ, ഈ നമ്മുടെ പ്രീമിയം വണ്ടികൾക്ക്, പ്രീമിയം ആയിട്ടുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫീച്ചർ. രണ്ടാമത്തെ ഒരു ഫീച്ചറിനെ കുറിച്ച് പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വണ്ടിക്കകത്ത് കീ വെച്ച് മറന്നിട്ട് വരാം, അല്ലെങ്കിൽ കീ അതിനകത്ത് തന്നെ കീ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഡ്രൈവറുടെ അടുത്ത് പറയുകയാണ്, നീ പോയി വണ്ടി എടുത്ത് പോയിക്കോ. നമ്മൾ ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ബഹ്റിനിരിക്കുകയാണ്, ഞാൻ ദുബായിൽ ഒരു മീറ്റിങ്ങിന് വേണ്ടി പോയി. അപ്പോൾ എൻ്റെ വണ്ടിക്കകത്ത് കീ വെച്ചിട്ടുണ്ട്, വണ്ടിയെ ഞാൻ ലോക്കും ചെയ്തിട്ടുണ്ട് മൊബൈൽ ആപ്പ് വഴി. സോ ഡ്രൈവറുടെ അടുത്ത് പറയുകയാണ്, നീ പോയി വണ്ടി എടുത്തോ, നീ അവിടെ പോയിട്ട് എന്നെ വിളിക്കുക അല്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ മൊബൈലിൽ ഒരു ഓൺ ചെയ്താൽ മതി, അവന് ഡോർ തുറക്കാം, വണ്ടി എടുത്തോണ്ട് പോകാൻ പറ്റും. സോ ആ കൺട്രോൾ, ഡോർ ഓപ്പൺ ക്ലോസ് കൺട്രോളും നമുക്ക് ഈ സൊല്യൂഷൻ വഴി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ്. കൂടുതലായിട്ടുള്ള പ്രീമിയം കാർസിനൊക്കെ ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി വരാൻ പോകുന്ന നമ്മുടെ മറ്റേ ഇലക്ട്രിക് വെഹിക്കിൾസ് ഉണ്ടല്ലോ, അതിനകത്തെല്ലാം ഈ ടെക്നോളജി വരാൻ പോവുകയാണ്. അതെല്ലാം നമുക്ക് ഈ സൊല്യൂഷൻസ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.